യുകെയിൽ NHSുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓൺ വോയിസിൽ എന്ന് വരുന്നത്. വേറൊന്നുമല്ല, എൻ്റെ ജോബിനെ പറ്റിയിട്ടും എനിക്ക് എങ്ങനെ ഈ ജോബ് കിട്ടി എന്നുള്ളതും അതിനെ സംബന്ധിച്ച് കുറച്ചുകൂടെ കാര്യങ്ങളും ഷെയർ ചെയ്യാനുണ്ട്. ഞാൻ യുകെയിലെ NHSൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 3 മാസം തികയുന്നു, അത്ര ആയിട്ടുള്ളൂ. അപ്പം ഇതിനിടയിൽ ഞാൻ കുറച്ച് സ്റ്റോറീസ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻസ് ഞാൻ എൻ്റെ വർക്ക് പ്ലേസിൽ നിന്നിട്ടുള്ള ചെറിയ ചെറിയ സ്റ്റോറീസ് 1-2 വട്ടമായിട്ട് പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് കുറച്ച് DMs പേഴ്സണലായിട്ട് എനിക്ക് ഇൻബോക്സിൽ വന്നിട്ടുണ്ടായി. മീൻസ് ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെ എനിക്ക് ജോബ് കിട്ടി, ഹെൽപ്പ് ചെയ്യാമോ, എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമെന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് DMs വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഞാൻ ഇപ്പോൾ റീസെന്റ് കെന്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ ലൂട്ടനിലാണ് മുന്നേ താമസിച്ചിരുന്നത്. അപ്പം അവിടെ എനിക്ക് എൻ്റെ റൂംമേറ്റ്സിന് അവരും എനിക്ക് ജോലി കിട്ടിയെന്ന് അവരോട് പറഞ്ഞ സമയത്ത് അവരും NHSൽ ട്രൈ ചെയ്യുന്നുണ്ട്, ഒരുപാടായിട്ട് NHSൽ ട്രൈ ചെയ്യുന്നുണ്ട്. എന്നോട് ഹെൽപ്പ് ചോദിച്ചു, എങ്ങനെയാണ് എനിക്ക് ഈ ജോലി കിട്ടിയത്, എന്തൊക്കെ അതിന് ചെയ്തു, ആപ്ലിക്കേഷൻ കൊടുക്കുന്ന രീതികൾ, പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്, അത് എങ്ങനെ തയ്യാറാക്കി, അതെങ്ങനെ സെറ്റാക്കി എന്നുള്ളതൊക്കെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ എങ്ങനെയാണോ ചെയ്തിരുന്നത് അതുപോലെ തന്നെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. മീൻസ് എൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഞാൻ അവരോട് ഷെയർ ചെയ്തു. ഞാൻ കുറെ പ്രിപ്പയർ ചെയ്ത് ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇന്റർവ്യൂ കോൾസ് വന്നു തുടങ്ങിയത്. അതിനിടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ പിന്നെ വരാം. അപ്പോൾ ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഞാൻ അവർക്ക് ഷെയർ ചെയ്തു. എന്നോട് ചോദിച്ചവർക്കൊക്കെ ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് മുമ്പേ വരെ അവർക്ക് റിജക്ഷൻ മാത്രം വന്നിരുന്നത്. എന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വെച്ചിട്ട് അവർ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയ സമയം അവർക്ക് ഇന്റർവ്യൂവിന് ഇൻവിറ്റേഷൻസ് കിട്ടാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി അത് എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. കാരണം എനിക്കും ഇൻവിറ്റേഷൻസ് കിട്ടാൻ തുടങ്ങി, ഞാൻ കൊടുത്ത എനിക്കറിയാവുന്നവർക്ക് എൻ്റെ ഫ്രണ്ട്സിനും കിട്ടാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്നുള്ളത്. അത് മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ്, ഹസ്ബൻഡോട് വർക്ക് ചെയ്ത കുറച്ച് പേർക്ക് ഇതുപോലെ ഞങ്ങൾ മൂവ് ചെയ്യുന്നു, എനിക്ക് ജോബ് കിട്ടി എന്ന് അവരോട് പറഞ്ഞ സമയത്ത് അവരും ചോദിച്ചിരുന്നു ഹെൽപ്പ്. മീൻസ് അവർ എങ്ങനെയാണ് അപ്ലൈ ചെയ്തത്, വേക്കൻസീസിനെ കുറിച്ച്, പിന്നെ ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്, മെയിനായിട്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ അവരും ഹെൽപ്പ് ചോദിച്ചിരുന്നു. അപ്പം ഞാൻ അവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു. അവരെൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വെച്ചിട്ട് അവർ അപ്ലൈ ചെയ്തു. അങ്ങനെ അവർക്ക് റീസെന്റ് അല്ല, ഒരു മാസമായി അവർക്ക് ജോബ് സെറ്റായി. അവർക്ക് ഇൻവിറ്റേഷൻ കിട്ടി, ഇന്റർവ്യൂവിന് പോയി, ജോബ് സെറ്റായി. ഒരു മാസമായിട്ട് അവരിപ്പം NHSൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. വേറൊരു ഫ്രണ്ടിന് നോട്ടിംഗ്ഹാം ട്രസ്റ്റിൽ കിട്ടി, പിന്നെ വെയിൽസിൽ വേറൊരാൾ മൂവ് ചെയ്തു. അപ്പം ഇതെല്ലാം ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു സംഭവമാണ്. കാരണം എൻ്റെ ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഷെയർ ചെയ്ത് അവർക്ക് ഇന്റർവ്യൂവിൽ ഇൻവിറ്റേഷൻ കിട്ടി എന്നുള്ളത്, അതുവരെ അവർക്ക് ഇൻവിറ്റേഷൻ കിട്ടാതിരുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു. മീൻസ് നമുക്ക് മെയിനായിട്ട് അവർ നോക്കുന്നത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആണ്. അത് നന്നായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അത് നന്നായിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർ ഇന്റർവ്യൂവിന് സെലക്ട് ചെയ്യില്ല. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞുള്ള കാര്യം തന്നെ എന്തോ, നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടണം ഇന്റർവ്യൂ, പിന്നുള്ളതൊക്കെ അതിന് പുറമെയുള്ള കാര്യമല്ലേ. ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ഇന്റർവ്യൂ സെറ്റ് ആക്കുക